Hello dear friends, welcome to Swati Swaga Tutorials. Our next topic is transpiration. Then see the points. Transpiration means it is the loss of water in the form of water vapor through stomata. Okay, plants in the water vapor, water പുറത്തു പോകുന്നതാണ് stomata നമുക്കറിയാം, and it occurs mainly through the opening present on the surface of leaf, and that is called stomata. Stomata are minute pores present on the surface of leaves. Okay, then we already discussed the structure of stomata in our earlier classes, that is, and the stomata, actually this part is stomata, this opening is called stomatal aperture or stomata, and the stomata is guarded by two guard cells. So these two are guard cells. Okay, and we know in case of dicot plants, the guard cells are kidney shaped or bean shaped structure, and in case of monocot plants, they are a dumbbell shaped structure. And this guard cells have special type of microfibrils. You can see these lines on this guard cell, they represent microfibrils which are made up of cellulose. That is the cellulose microfibrils, and they are radially arranged, and it make it easier for stomata to open. Stomata open ചെയ്യാൻ അതുപോലെ ക്ലോസ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്, the cellulose microfibrils. Okay, and what about the subsidiary cells? Subsidiary cells എന്തായിരുന്നു, or accessory cells എന്ന് പറഞ്ഞത്, they are the epidermal cells which are close to this guard cells. അല്ലെ, ഗാർഡ് സെൽസിനോട് ചേർന്ന് നിൽക്കുന്ന എപ്പിഡെർമൽ സെൽസിന് പറയുന്ന പേരാണ് എന്ത്, സബ്സിഡറി സെൽസ്. അറിയാം. ദെൻ ഇനി സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്ന എങ്ങനെയാണെന്നുള്ളതാണ്. അതിൻ്റെ മുൻപേ നോക്കാം. ഗാർഡ് സെൽസിൻ്റെ ഈ ഇന്നർ വോൾ ഓഫ് ദിസ് ഗാർഡ് സെൽ വിച്ച് ഈസ് ഫേസിങ് ടു ദിസ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ഇസ് ഓൾവേസ് വെരി തിക്ക്. അല്ലേ, ഇതെങ്ങനെയാണ്, വെരി തിക്കാണ്. ആൻഡ് ദ ഔട്ടർ വോൾസ് ആർ കമ്പാരിറ്റീവ്ലി തിൻ. അപ്പോൾ ഇവിടെ കട്ടി കൂടുതലായിരിക്കും, ഈ ഉൾഭാഗം പുറത്ത് കട്ടി കുറവായിരിക്കും. ആ സമയത്ത് എന്താ സംഭവിക്കുക, വെൻ ടർജിഡിറ്റി ഇൻക്രീസസ്, വെൻ വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദിസ് ഗാർഡ് സെൽ, ഇത് ടർജിഡായി മാറും. ഗാർഡ് സെൽസ് ഇങ്ങനെ കുറച്ച് ടർജിഡായിട്ട് വരും, അല്ലെ, വീർത്ത് വരും. ആ സമയത്ത് ദാറ്റ് ഇസ് വെൻ ടർജിഡിറ്റി ഇൻക്രീസസ്, ദ ഔട്ടർ വോൾ ബൾജ് ഔട്ട്. ഈ വെള്ളം ഇതിനുള്ളിലോട്ട് കയറുമ്പം ഈ ഔട്ടർ വോള് പുറത്തോട്ട് ഇങ്ങനെ തള്ളി വരും, അല്ലെ, ബൾജ് ഔട്ട്, ആൻഡ് force the inner wall into a crescent shape and stomata open. Stomata open ആവുകയാണ്, വാട്ടർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് ഇതിനുള്ളിലോട്ട് വാട്ടർ എൻറ്റർ ചെയ്യുമ്പം ഈ പുറത്തുള്ള വോള് കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് വരും. ആസ് എ റിസൾട്ട് ദ ഇന്നർ വോൾ, അല്ലെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വോൾ ഇതുപോലെ ഈ ഷേപ്പിൽ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ വരച്ചിരിക്കുന്നത് ഓപ്പൺ കണ്ടീഷനാണ്. ആൻഡ് ഈ വോള് ഇങ്ങനെ ക്രസൻറ്റ് ഷേപ്പ്, ചന്ദ്രക്കല പോലെ ഉള്ളിലോട്ട് ഇങ്ങനെ വലിഞ്ഞു വരും. ആസ് എ റിസൾട്ട് സ്റ്റൊമാറ്റ ഓപ്പൺ. അല്ലേ, ഇനി ഈ കണ്ടീഷൻ മാറുമ്പോഴോ, നോർമൽ ആവുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഈ ക്രസൻറ്റ് ഷേപ്പ് നോർമൽ ഷേപ്പിലേക്ക് വരുന്നു. ദെൻ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നു. വാട്ടറിൻ്റെ അളവ് കുറയുമ്പം നോർമലായിട്ട് വരുന്നു, ക്രസൻറ്റ് ഷേപ്പ് മാറി സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. വെൻ ടർജിഡിറ്റി ഈസ് ലോസ്റ്റ്, ഇലാസ്റ്റിക് ഇന്നർ വോൾ റീഗെയിൻസ് ദർ ഒറിജിനൽ ഷേപ്പ് ആൻഡ് സ്റ്റൊമാറ്റ ബിക്കം ക്ലോസ്ഡ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഇതിൽ വാട്ടർ പുറത്ത് പോവാണ്, ടർജിഡിറ്റി ലോസ്റ്റ് ആവുന്നു. ആൻഡ് ആസ് എ റിസൾട്ട് ദിസ് ഇലാസ്റ്റിക് ഇന്നർ വോൾ, ദാറ്റ് ഇസ് ദിസ് ഇന്നർ വോൾ റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് വരുന്നു, സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ട് സൈഡിലേക്കും തുറന്ന് നിൽക്കുന്ന സ്റ്റൊമാറ്റ എന്താവുന്നു, ഇതേപോലെ വന്നിട്ട് ക്ലോസ്ഡ് ആയിട്ട് മാറുന്നു. ക്ലിയർ? Then next heading, what are the factors affecting this transpiration? Transpiration's rate affect ചെയ്യുന്ന factors എന്തൊക്കെയാണെന്ന് നോക്കാം. And these factors are mainly divided into two categories. First one is external factors and the second is internal factors. Okay, അപ്പോൾ പുറത്തുനിന്നുള്ള factors ആണ് external factors. For example, temperature, light, humidity, wind speed are examples for this external factors. That is, temperature കൂടുമ്പം ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. അല്ലേ, നമുക്ക് സാധാരണ ചൂട് കൂടുമ്പോൾ നമുക്ക് ഇവാപ്രേഷൻ കൂടും, അല്ലേ, നമുക്ക് സ്വെറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിലാണ് സ്വെറ്റിംഗ് കൂടുന്നു, ഓർ നോർമലി ഇവാപ്രേഷൻ കൂടുന്നു. അതുപോലെ ഈ സ്റ്റൊമാറ്റയിൽ കൂടെ പുറത്തു പോകുന്ന വാട്ടറിൻ്റെ അളവും കൂടുതലായിരിക്കും, ടെമ്പറേച്ചർ. ആൻഡ് ലൈറ്റ് ഓൾസോ, ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുമ്പം ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടുന്നു. ആൻഡ് ഹ്യൂമിഡിറ്റി മീൻസ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ is called humidity. അല്ലെ, ആർദ്രത എന്നാണ് പറയുക. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് എന്താ ചെയ്യുക, പുറത്ത് ഓൾറെഡി വാട്ടർ, അറ്റ്മോസ്ഫിയറിൽ ആവശ്യത്തിൽ കൂടുതൽ വാട്ടർ തങ്ങിക്കിടക്കുകയാണെങ്കിൽ
ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് കുറയാണ് ചെയ്യുക. ഹ്യൂമിഡിറ്റി കുറവാണ്, പുറത്ത് ഡ്രൈ ആയി നിൽക്കുകയാണെങ്കിൽ അവിടെയാണ് ട്രാൻസ്പിരേഷൻ കൂടുതലായിട്ട് നടക്കുക. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് ഇസ് വിൻഡ് സ്പീഡ്. വിൻഡിൻ്റെ സ്പീഡ് അനുസരിച്ച് ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് കൂടുകയാണ് ചെയ്യുക. അത് കുറയുമ്പം transpiration rate കുറയുന്നു. So these are external factors. The next examples for internal factor. What do you mean by this term internal factors? It's a genetic factor. അല്ലെ, പ്ലാന്റ്സിന് സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ തന്നെ കൺട്രോളിലുള്ള ഫാക്ടേഴ്സ് ആണ് internal factors. For example, distribution of stomata. സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ഓരോ പ്ലാന്റ്സിനും എങ്ങനെയാണ് സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെയല്ല, അതിന് ചേഞ്ചസ് ഉണ്ട്, മാറ്റങ്ങളുണ്ട്. ആൻഡ് വി നോ ഇൻ കേസ് ഓഫ് ഡൈക്കോട്ട് ലീഫ് സ്റ്റൊമാറ്റ മോർ ഫൗണ്ട് ഓൺ ദ ലോവർ സർഫേസ് ഓഫ് ദ ലീഫ് അല്ലേ. ആൻഡ് മോണോകോട്ട് ആണെങ്കിലോ ബോത്ത് അപ്പർ ആൻഡ് ലോവർ സൈഡിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ക്ലിയർ? അതുപോലെ ചില ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു? സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂഷനെ എഫക്റ്റ് ചെയ്യുന്നു. സോ അതൊരു ഫാക്ടറാണ്. മോർ നമ്പർ ഓഫ് സ്റ്റൊമാറ്റ ഉണ്ടെങ്കിൽ എന്താണ്? വാട്ടർ ട്രാൻസ്പിരേഷൻ റേറ്റും കൂടുതലായിരിക്കും. നെക്സ്റ്റ്, വാട്ടർ സ്റ്റാറ്റസ് ഓഫ് ദ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ വാട്ടർ സ്റ്റാറ്റസ്, ദാറ്റ് ഈസ് അബ്സോർബിങ് കപ്പാസിറ്റി. വാട്ടർ കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിൽ ട്രാൻസ്പിരേഷൻ കൂടുതൽ നടക്കും, അല്ലാത്തതിൻ്റെ രീതിയിലാണെങ്കിൽ ആ റേറ്റ് കുറയും. നെക്സ്റ്റ്, കാനോപ്പി സ്ട്രക്ചർ. കാനോപ്പി സ്ട്രക്ചർ മീൻസ് വാട്ട്? ഒരു പ്ലാന്റിൻ്റെ മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ചിലത് കണ്ടിട്ടുണ്ടാകും, ലാർജ് ട്രീ ഒക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്ത് നിൽക്കണം, അതിൻ്റെ ലീഫും മുകൾ ഭാഗമൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം ഹെർബേഷ്യസ് പ്ലാന്റ്സ്, ദെൻ ഷ്രബ്, ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുമ്പോൾ കാനോപ്പി സ്ട്രക്ചർ ഏതാണോ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടായിട്ട് കാണുന്നത്, വൈഡ് ഏരിയയിൽ പ്ലാന്റ് ലീഫ് കവർ ചെയ്യുമ്പം അവിടെ ട്രാൻസ്പിരേഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ internal factors. The next heading, transpiration and photosynthesis or advantages of transpiration. അങ്ങനെയും പറയാം. ഓക്കെ, ആൻഡ് ട്രാൻസ്പിരേഷൻ ഒരുപാട് പർപ്പസ് ഉണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ക്രിയേറ്റ്സ് ട്രാൻസ്പിരേഷൻ പുൾ. ട്രാൻസ്പിരേഷൻ പുൾ എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ വാട്ടർ ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഫോം ചെയ്യുന്ന കണ്ടിന്യൂസ് വാട്ടർ ചാനൽ അല്ലെ, കോളം. Then transpiration pull for absorption and transport of water through plants. Okay, അപ്പോൾ ട്രാൻസ്പിരേഷൻ നടക്കുന്നതുകൊണ്ടാണ് വാട്ടർ പിന്നെയും മുകളിലോട്ട് കയറി വരുന്നത്. The next, it supplies water for photosynthesis. Okay, and this water can be utilized for photosynthesis. And next, it transport minerals from the soil to all parts of the plant. അപ്പം പ്ലാന്റ്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും മിനറൽസിനെ കൊടുക്കുന്നത്, സോയിലിന് അബ്സോർബ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കാൻ ട്രാൻസ്പിരേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദിസ് ട്രാൻസ്പിരേഷൻ ഹെൽപ്സ് ടു കൂൾസ് ലീവ് സർഫേസ് അബൌട്ട് 10 to 15 degree ബൈ ഇവാപ്പറേറ്റീവ് കൂളിംഗ്. അപ്പോൾ നമുക്കറിയാം ഈ വലിയൊരു മരത്തിൻ്റെ ഒക്കെ ചുവട്ടിലിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് അല്ലേ. ആക്ച്വലി ദാറ്റ് ഈസ് ഡ്യൂ ടു ദിസ് ട്രാൻസ്പിരേഷൻ. വാട്ടർ വേപ്പർ ഫോമിൽ വരുന്നുണ്ട്, അതാണ് അവിടെ ഒരു കൂളിംഗ് ഫീല് നമുക്ക് കിട്ടാനുള്ള റീസൺ. ദാറ്റ് ഈസ് ഇറ്റ് കൂൾസ് ലീവ് സർഫേസ്. The next, it maintains the shape and structure of the plant. ഒരു പ്ലാന്റിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രാൻസ്പിരേഷൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്? ട്രാൻസ്പിരേഷൻ നടക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് വാട്ടർ താഴെ നിന്ന് ഇങ്ങനെ കയറി വരും. അപ്പോൾ എല്ലാ സെൽസിനും ആവശ്യത്തിന് വെള്ളം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെൽസ് ബിക്കം ടർജിഡ്. ആൻഡ് ദിസ് ടർജിഡിറ്റി ഹെൽപ്സ് ടു ഗിവ് പ്രോപ്പർ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ടു പ്ലാന്റ് പാർട്സ്. The next, one important heading, uptake and transport of mineral nutrients. ഓക്കെ, ഇത്രയും നേരം നമ്മൾ വാട്ടറിൻ്റെ അപ്ടേക്കും ട്രാൻസ്പോർട്ടും പഠിച്ചു. ദ നെക്സ്റ്റ്, അപ്ടേക്ക് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് മിനറൽ ന്യൂട്രിയൻസ്. ആൻഡ് ഫസ്റ്റ് സബ് ഹെഡിങ്, അപ്ടേക്ക് ഓഫ് മിനറൽസ്. Then here, what is uptake of mineral? It is the process of intake or uptake of mineral nutrients from the soil by roots. Root തന്നെയാണ് അതിനെയും അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. And all minerals cannot be passively absorbed by the roots. It is an important question. Note down. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ തന്നെ ചോദിക്കും. All minerals cannot be passively absorbed by the roots. Give reason. റീസൺ എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. എല്ലാ മിനറൽസിനെയും റൂട്ടിന് പാസീവായിട്ട് എനർജി ഉപയോഗിക്കാതെ പാസീവായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ദ റീസൺ മെയിനായിട്ട് 2 points ആണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദ ഫസ്റ്റ് പോയിന്റ്, മിനറൽസ് ആർ present in soil as charged particles or ions which cannot move across the cell membrane. അപ്പോൾ അതിനൊരു കാരണമാണെന്ത്? ദിസ് മിനറൽസ് ആർ present in soil as charged particles or in the form of ions. അയോൺസിൻ്റെ രൂപത്തിലാണ് സോയിലിൽ കാണുക. ദിസ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് cannot move through the cell membrane. അപ്പോൾ അതിന് പാസീവായിട്ട് സെൽ മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യാൻ കഴിയില്ല.
ഓക്കെ, അതാണ് ഒരു റീസൺ. ദെൻ സെക്കൻഡ്, ദ കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് ഇൻ ദ സോയിൽ യൂഷ്വലി ലോവർ ദാൻ കോൺസെൻട്രേഷൻ ഓഫ് മിനറൽസ് ഇൻ ദ റൂട്ട്. ഓക്കെ, അപ്പം മിനറൽസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ സോയിൽ റൂട്ടിൻ്റെ ഉൾഭാഗം കൺസിഡർ ചെയ്യുമ്പം എപ്പോഴും സോയിലിൽ കുറവും റൂട്ടിനുള്ളിൽ ഓൾറെഡി കൂടുതലാണ് ആയിരിക്കും ഉണ്ടാവുക. കാരണം റൂട്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്പേസ്, അതിനുള്ളിൽ മിനറൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ ഉണ്ടാവുക ദാൻ സോയിൽ. അപ്പം കോൺസെൻട്രേഷൻ കുറഞ്ഞ സോയിൽ നിന്നും കോൺസെൻട്രേഷൻ കൂടിയ റൂട്ടിനുള്ളിലേക്ക് അതിന് എൻ്റർ ചെയ്യണം. അപ്പോൾ അവിടെ പാസീവായിട്ടുള്ള കാര്യം നടക്കൂല. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ, ദാറ്റ് ഈസ് ഫ്രം ലോ ടു ഹൈ. അപ്പോൾ അവിടെ എനർജി ആവശ്യമായിട്ട് വരും. Okay, so these are the main reasons. Then next, in case of plants, mineral absorption takes place mainly by two methods. രണ്ട് മെത്തേഡിൽ കൂടെയാണ്. One, passive absorption of minerals. ഒന്ന് പാസീവായിട്ട് അബ്സോർബ് ചെയ്യുന്ന കേസസ് ഉണ്ട്. സെക്കൻഡ് വെച്ചാൽ മെയിൻ പാർട്ട് എങ്ങനെയാണ് നടക്കുന്നത്, ആക്റ്റീവ് അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ്. ദെൻ പാസീവ് എന്താണെന്നുള്ളത് നോക്കാം. എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അബ്സോർപ്ഷൻ ഓഫ് അയോൺസ് വിത്തൗട്ട് ദ യൂസ് ഓഫ് എനർജി. എനർജി യൂസ് ചെയ്യാതെ അയോൺസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാസീവ് അബ്സോർപ്ഷൻ. പക്ഷെ മെയിനായിട്ട് എങ്ങനെയാണ് നടക്കുന്നത്, ആക്റ്റീവായിട്ടാണ് വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. സോ ആക്റ്റീവ് അബ്സോർപ്ഷനിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The next, active absorption of minerals നോക്കാം. Active absorption means നമുക്കറിയാം it is the absorption of mineral ions against the concentration gradient, that is from low to high with the use of energy. Clear? And this that is the absorption of mineral ions creates a potential gradient in roots. And this second point is very important, potential gradient in roots. This leads to the uptake of water by osmosis. Actually root ions in a soil ne active ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു, യൂസ് ചെയ്തിട്ട് എനർജി യൂസ് ചെയ്ത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിനുള്ളിൽ എന്താ ഫോം ചെയ്യുക, ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യുന്നു. ആസ് എ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുള്ള കണ്ടീഷനാണ്, അയോൺസിൻ്റെ അളവ് കൂടുതൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അതേസമയം വാട്ടറിൻ്റെ അളവ് കുറവും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ വാട്ടറിന് ഉള്ളിൽ അയോൺസ് കൂടുതൽ എന്ന് പറയുമ്പം വാട്ടർ പൊട്ടൻഷ്യൽ ലോ ആയിട്ട് മാറും. എവിടെ, റൂട്ടിനുള്ളിൽ. പുറത്ത് എങ്ങനത്തെ കണ്ടീഷൻ വരും, പുറത്ത് കൂടുതലായിട്ട് വരും. സോ കൂടുതലുള്ള വാട്ടർ പുറത്ത് നിന്ന് സെല്ലിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ തുടങ്ങും ബൈ ഓസ്മോസിസ്. ഓക്കെ, അപ്പം അയോൺസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം പുറത്തുള്ള വാട്ടർ പിന്നെ ഈസി ആയിട്ട് റൂട്ടിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യും. ഓക്കെ, അതാണ് പറഞ്ഞത്. ആൻഡ് സ്പെസിഫിക് പ്രോട്ടീൻസ് നമ്മൾ പഠിച്ചതാണ്. ആക്റ്റീവ് അബ്സോർപ്ഷനിൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറയാം അല്ലേ. ആക്റ്റീവ് ആയിട്ട് ട്രാൻസ്പോർട്ട് നടക്കണമെങ്കിൽ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നു, കാരിയർ പ്രോട്ടീൻ. അപ്പോൾ ഈ സ്പെസിഫിക് പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ റൂട്ട് ഹെയർ സെൽസ് ആൻഡ് എൻഡോഡെർമൽ സെൽസ്. ഓക്കെ, അതുപോലെ ഏതൊക്കെ സ്ഥലത്താണോ ഈ പ്രോട്ടീൻസ് ഉള്ളത് ആ പ്രോട്ടീൻ ഈ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആക്ച്വലി ദാറ്റ് പ്രോട്ടീൻസ് പംപ്സ് അയോൺസ് ഫ്രം സോയിൽ ഇൻ ടു സെൽസ്. അപ്പോൾ ഈ പ്രോട്ടീൻസും അയോൺസിന് ഉള്ളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് ഹെഡിങ്, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് മിനറൽ അയോൺസ്. അബ്സോർപ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ അതിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ എങ്ങനെയാണ് മുകളിലോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അയോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ത്രൂ ട്രാൻസ്പിരേഷൻ സ്ട്രീമിലാണ്. ട്രാൻസ്പിരേഷൻ നടക്കുമ്പോൾ വാട്ടർ അതിനനുസരിച്ച് മുകളിലോട്ട് കയറുന്നു എന്നറിയാം. ആ വാട്ടറിൻ്റെ കൂടെ സൈലത്തിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് മുകളിലോട്ട് പോകുന്നത്. ദാറ്റ് ഇസ് ത്രൂ ട്രാൻസ്പിരേഷൻ സ്ട്രീം. Then the chief sinks of mineral elements are. Chief sinks means what? ഏതൊക്കെ ഭാഗത്താണോ ഈ മിനറൽ അയോൺസിന് ആവശ്യമുള്ളത്. ഓക്കെ, ഈ ഫുഡ് ഓർ എന്താണ് നമ്മളിപ്പോൾ മിനറൽ എലമെൻറ്റ്സ് കൊണ്ടുപോവുകയാണ്. ആ മിനറൽ എലമെൻറ്റ്സിന് ആവശ്യമുള്ള ഭാഗമാണ് ഇത് സിങ്ക്. ഏതൊക്കെയാണ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മെയിൻലി ഗ്രോയിങ് റീജിയൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രോയിങ് റീജിയൻ, ഗ്രോത്ത് നടക്കുന്ന ഭാഗം, എസ്പെഷ്യലി എപ്പിക്കൽ മെരിസ്റ്റം, ദെൻ ലാറ്ററൽ മെരിസ്റ്റം ലൈക്ക് മെരിസ്റ്റമാറ്റിക് റീജിയൻ, ആൻഡ് യങ് ലീവ്സ്, ദെൻ ഡെവലപ്പിംഗ് ഫ്ലവേഴ്സ്, ഡെവലപ്പിംഗ് ഫ്രൂട്ട്സ്, ഓക്കെ, ദെൻ സ്റ്റോറേജ് ഓർഗൻ എക്സെട്ര. ഇതുപോലുള്ള സ്ഥലത്താണ് മിനറൽസിൻ്റെ ആവശ്യം കൂടുതലുള്ളത്. ആൻഡ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഈ ട്രാൻസ്പിരേഷൻ സ്ട്രീമിൽ കൂടെ ആ മിനറൽസ് എത്തുന്നു. ദ നെക്സ്റ്റ്, അൺലോഡിങ് ഓഫ് മിനറൽ അയോൺസ് എന്ന് വെച്ചാൽ അവിടെ എത്തി ആ സിങ്കിലേക്ക് വെച്ചാൽ ആവശ്യമുള്ള സെൽസിലേക്ക് അത് കൊടുക്കണം അല്ലേ. ദാറ്റ് ഈസ് കോൾഡ് അൺലോഡിങ്. ഈ ലോഡ് ഇറക്കണമല്ലേ അവിടെ. അൺലോഡിങ് ഓഫ് മിനറൽ അയോൺസ് നടക്കുന്നത് മെയിൻലി ബൈ ഒന്നുകിൽ ഡിഫ്യൂഷനിൽ കൂടെ നടക്കാം, അല്ലെങ്കിൽ അവിടെ എന്ത് തന്നെയാണ്, ആക്റ്റീവ് അപ്ടേക്ക് ആണ് ബൈ ദ സെൽസ് അറ്റ് ദ സിങ്ക്. സിങ്ക് ആവശ്യമുള്ള സെൽസ് ആക്റ്റീവായിട്ട് തന്നെയാണ് അവിടെയും എക്സ്ചേഞ്ച് നടത്തുന്നത് ഓർ ബൈ ഡിഫ്യൂഷൻ. The next, mineral ions are remobilized from older parts to
യങ്ങർ പാർട്സ്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഓൾഡർ ആയിട്ടുള്ള ലീഫ് ഓർ ദാറ്റ് സെനിസെൻസിലേക്ക് പോകുന്നത് വെച്ചാൽ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ഓൾഡർ ലീവ്സിലൊക്കെയുള്ള മിനറൽസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് കൊഴിഞ്ഞു പോകേണ്ട സമയമാകുമ്പം ഇമ്പോർട്ടൻറ്റ് മിനറൽസിനൊക്കെ യങ്ങർ പാർട്ടിലേക്ക് മാറ്റും. ഓക്കെ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലീഫ് കൊഴിഞ്ഞു പോകുക. അപ്പോൾ ഓൾഡർ പാർട്സ് യങ്ങർ പാർട്ടിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ മെയിനായിട്ട് ഇതുപോലെ റീമൊബിലൈസ് ചെയ്യുന്ന മിനറൽസിന് എക്സാമ്പിളാണ് ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, പൊട്ടാസ്യം എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റീമൊബിലൈസ് ചെയ്യും, ഓൾഡർ ആകുമ്പോൾ യങ്ങറിലോട്ട് മാറ്റും. പക്ഷേ സ്ട്രക്ചറൽ കോമ്പണൻ്റ് ആയിട്ടുള്ള ആണ് മെയിനായിട്ട് ജസ്റ്റ് ഓരോ ഭാഗത്തിനും സ്ട്രക്ചർ കൊടുക്കുന്ന കോമ്പണൻ്റ് ആണ് ഇത് കാൽഷ്യം. ഈ കാൽഷ്യം മാത്രം ഇതുപോലെ മൊബിലൈസ് ചെയ്യുന്നില്ല, റീമൊബിലൈസ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്നില്ല, അതുകൂടെ പോവുകയാണ് ചെയ്യുക. അതർ മിനറൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓൾഡർ പാർട്സിൽ നിന്ന് യങ്ങർ പാർട്സിലേക്ക് റീമൊബിലൈസ് ചെയ്യുന്നു.